ഇനി കണ്ണൂരേക്ക് പോകാം അല്ലെ. അവിടെ പാറാട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ CPM പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. 5 പേരെയാണ് കൊളവല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികൾ ഒളിവിലാണ്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ കണ്ടതാണ് വടിവാളൊക്കെ ആയിട്ട് വലിയ തരത്തിലുള്ള ഒരു അക്രമം തന്നെയാണ് അഴിച്ചുവിട്ടത്. അതിൽ പോലീസ് ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പാറാട് ശനിയാഴ്ച വൈകിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. വിജയാഹ്ലാദ പ്രകടനം നടത്തിയ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും തമ്മിലായിരുന്നു സംഘർഷം. ഒടുവിൽ സംഘർഷം വലിയ തരത്തിലുള്ള ഭീതികരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറി. വടിവാൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് UDFും അതുപോലെ തന്നെ LDF പ്രവർത്തകർ രംഗത്തിറങ്ങി എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ CPMന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പിന്നാലെ ഇപ്പോൾ UDF പ്രവർത്തകർ വടിവാളുമായി പുറത്തിറങ്ങി നടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊളവല്ലൂർ പോലീസ് 62 CPM പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഒപ്പം തന്നെ UDF പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. ഇതിനകത്ത് 62 CPM പ്രവർത്തകരിൽ 5 പേരെയാണ് ഇന്നലെ കൊളവല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റനീഷ്, സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവരെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ബാക്കി ഈ വാളെടുത്ത് നടന്ന ശരത് പാറാട് ഉൾപ്പെടെയുള്ള പ്രതികളെ പിടികിട്ടിയിട്ടില്ല. അവർ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവർക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ 5 പേർ അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോൾ പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ തന്നെ വീടിന് നേരെയുള്ള ആക്രമണം, ഒപ്പം തന്നെ ലീഗ് ഓഫീസിന് നേരെ നടന്ന ആക്രമണം, ഇങ്ങനെ ഈ 3 കേസുകളിലാണ് ഇപ്പോൾ ഈ 5 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണ്. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിലും കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും നടന്നിരുന്നു. ഈ സംഭവങ്ങളുടെ പ്രതികൾക്കായുള്ള തെരച്ചിലും പോലീസ് തുടരുന്നുണ്ട്. ജിൽസി.